അങ്ങനെ കാത്തിരുന്ന iOS 26 അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തു. അപ്പോൾ iOS 26 വന്നിരിക്കുന്ന 5 പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സെറ്റിംഗ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ iOS 18.7 അപ്ഡേറ്റും കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും iOS 26 അപ്ഡേറ്റ്. ഈവൻ നിങ്ങൾ iOS 26ൻ്റെ RC വേർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഞാൻ എൻ്റെ ഡിവൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്കൊരു സെപ്പറേറ്റ് അപ്ഡേറ്റ് iOS 26ൻ്റെ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ കാണാം. ഇതൊരു പുതിയ iOS 26 ബിൽഡാണ്. സോ RC വേർഷൻ ചെയ്ത് വരും. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ എന്തെങ്കിലും ബഗ് ഫിക്സുകളോ മറ്റെന്തെങ്കിലും ഗ്ലിച്ചുകളോ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസിൽ iOS 18.7 അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് iOS 26ലേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 2 അപ്ഡേറ്റ് സൈസാണ്. മിക്ക യൂസേഴ്സിനും ഡിവൈസിൽ 12-13 GB ഒക്കെയാണ് അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത്. ഇതൊരു ഹ്യൂജ് അപ്ഡേറ്റ് ആണ് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ മോഡൽ അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസം ഉണ്ടാകും. അതൊരു നോർമൽ കാര്യമാണ്. ഇനി അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. 1 UI ആണ്. 2013 iOS 7 ശേഷം വന്നിരിക്കുന്ന ഏറ്റവും വലിയ റീഡിസൈനാണ് iOS 26. കംപ്ലീറ്റ് UIയും ആപ്പിൾ മാറ്റി. ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന പുതിയ ആ ഒരു UI ആണ്, അല്ലെങ്കിൽ റീഡിസൈനിങ് ആണ് iOS 26 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2, കസ്റ്റമൈസേഷൻ. നിരവധി ചേഞ്ചസ് ആണ് ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെ ബ്രാൻഡ് ന്യൂ അഡീഷനാണ് ക്ലിയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഹോം സ്ക്രീൻ ക്ലിയറിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ലിക്വിഡ് ഗ്ലാസിൻ്റെ എലമെൻറ്റ്സുകൾ എല്ലായിടത്തും നമുക്ക് വിസിബിളാണ്. നമ്മുടെ കൺട്രോൾ സെൻറ്ററിലായാലും സെറ്റിങ്സിൻ്റെ ടോഗിൾ സ്വിച്ചിലാണെങ്കിലും ആനിമേഷൻസ് മാറും നമുക്ക് കാണാൻ സാധിക്കും. 2, ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ പുതിയൊരു എസ്റ്റിമേറ്റഡ് ടൈം നമുക്ക് കാണിക്കുന്നതായിരിക്കും ലോക്ക് സ്ക്രീനിൽ തന്നെ. ഇവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന പോലെ 80% എത്ര മിനിറ്റ് കൊണ്ട് ചാർജ് ആകും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ബാറ്ററി സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ഡിവൈസുകളിലും ഇത് കാണാൻ സാധിക്കുന്നതാണ്. 100% എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. 3, ബാറ്ററി സെറ്റിങ്സിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് പവർ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ പവർ മോഡിൽ ലോ പവർ മോഡിന് പുറമെ ആപ്പിൾ അഡാപ്റ്റീവ് പവർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ യൂസേജ് നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലാകുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി, അതായത് ഡൈനാമിക്കലി ബാറ്ററി കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്ന പല സെറ്റിങ്സും ഡിവൈസ് തന്നെ ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ചെയ്യുകയും എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നോർമലി ലഭിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് അഡാപ്റ്റീവ് പവർ മോഡ്. 4, കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് ആപ്പിൾ ഫോട്ടോസ് ആപ്പ്, ക്യാമറാസ് ആപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിലെ ഒന്നാണ് ഈ ഒരു സ്പേഷ്യൽ ഫോട്ടോ എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈസ് ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഇമേജ് 3D ആയിട്ട് പോപ്പപ്പ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഫൈനലി ദ ക്യാമറ ആപ്പ് വാസ്റ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ലുക്കാണ്. കാരണം ക്ലീൻ ഇമേജ് ആണ്. കാരണം വേറെ ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. ബോട്ടം ഓപ്ഷനിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് മറ്റുള്ള ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് വീഡിയോ, അതിൻ്റെ റെസൊല്യൂഷൻ, ഫോർമാറ്റ്, ഫ്രെയിം റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.